ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? ഇന്ന് ഞാൻ വിചാരിച്ചു എയർ ഫ്രൈ വാങ്ങിയ സ്ഥിതിക്ക് എയർ ഫ്രയർ വെച്ചിട്ട് ഒരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ കുക്കിംഗ് ചെയ്യാന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കൊളായിട്ടാ ഉള്ളത്. അതെന്താണെന്നും ഏതാണെന്നും എങ്ങനെ കൊളായെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പൊ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? ഞാൻ ഇന്നൊരു അടിപൊളി മട്ടൻ ചുക്കയാണ് ആക്കാൻ പോകുന്നത്, അതും നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ട്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കിയത്, എന്താ കൊളായത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വഴിയെ കാണാം, വഴിയെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് മട്ടനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് 350 ഗ്രാം മട്ടനാണ് ഉള്ളത്. ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ആ മഞ്ഞ കളർ കാണുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ, മഞ്ഞൾ വെള്ളത്ത് കഴുകേണ്ട ഒരു ഇതാണ്. ഞാൻ ചിക്കൻ ആയാലും മട്ടൻ ആയാലും മീനായാലും ഞാൻ എന്തായാലും വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിലും കഴുകും. അതുകൊണ്ടാണ് ആ ഒരു മഞ്ഞ കളർ. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ തമ്മയിൽ കണ്ട വിശേഷം എന്നല്ലേ? അത് ഈ വീഡിയോന്റെ മിഡിലായിട്ടോ അല്ലെങ്കിൽ വീഡിയോന്റെ മുമ്പിലോട്ടായിട്ടോ ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ വിശേഷം തന്നെയാണ് പറയാനുള്ളത്. അത് ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചിന്റെ അളവിൽ മഞ്ഞൾ പൊടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് 1/4 ടീസ്പൂണിന്റെ അളവിൽ മഞ്ഞൾ പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, അതുപോലെ പച്ചമുളക് മിക്സിയിലിട്ട് അരച്ച്, അത് നൈസായിട്ട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ജെർക്ക് ചെയ്തെടുത്ത ഒരു പേസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് അല്ല, എന്നാൽ എന്താ പറയാ, അധികം കട്ടിയായിട്ടുള്ള പേസ്റ്റും അല്ലാത്ത ഒരു വിധത്തിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 1/4 കപ്പിന്റെ അളവിൽ തൈരും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ മസാലകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വലിയ ടേബിൾ സ്പൂണിന്റെ അളവില് ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണിന്റെ അളവിൽ മട്ടൻ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണിന്റെ അളവിൽ ചില്ലി സോസും 1.5 ടീസ്പൂണിന്റെ അളവില് നമ്മളെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതായത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 1/2 hour എങ്കിലും ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് മൂടി വെക്കണം. എന്നിട്ടേ നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 1 hour വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1/2 hour എങ്കിലും വെക്കാം. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എരിവിന് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് ജെർക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനുള്ള എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്തതിനു ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് മാക്സിമം ഒരു 1 hour കൂടുതലും ഇത് വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 1 hour വെക്കാൻ പറ്റുക അത്രയും നല്ലത്, അല്ലെങ്കിൽ ഒരു 1/2 hour എങ്കിലും നിങ്ങൾ വെക്കണം. ഞാൻ ഇവിടെ ഒരു 1 hour ആണ് വെക്കാൻ പോകുന്നത്. അപ്പൊ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തതിനു ശേഷം ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് 1 hour നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 1 hour ആയിട്ടാണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മൂടി വെച്ച മൂടി ഇനി ഓപ്പൺ ചെയ്തിട്ട് കൈ കൊണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആ മസാലാസ് എല്ലാം കൂടി. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് നമ്മളിത് എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിയുന്നു എയർ ഫ്രയറിൽ ഒരു സിലിക്കോൺ മാറ്റ് പോലത്തെ ഒരു പാത്രം, അല്ലെങ്കിൽ ഒരു സിലിക്കോൺ പാത്രം ഇതേപോലത്തെ ഒരു സാധനം എടുത്തിട്ട് കുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ്. അത് മാത്രമല്ല അതിന് ഡാമേജ് വരാൻ ചാൻസസ് കൂടുതലുമാണ്. അതേസമയം ഇതേപോലെ ഒരു സിലിക്കോണിന്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമേ എടുത്ത് വാഷ് ചെയ്ത് വെക്കേണ്ടി വരുള്ളൂ, മറ്റേത് ജസ്റ്റ് തുടച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിലിക്കോണിന്റെ പാത്രം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആദ്യം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് ആ പാത്രം മുഴുവൻ തേച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മട്ടൺ ഓരോ പീസസ് ആയിട്ട് വെച്ചതിന് ശേഷം ഫസ്റ്റ് ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ വെക്കുക. അതിൽ ഓവർലോഡ് ചെയ്യാണ്ട് കറക്റ്റ് അളവിൽ വെച്ചു കൊടുക്കുക. വെച്ചതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത മസാല ബാക്കി ഉണ്ടാകും.
ആ മസാല ഇതിന്റെ മേൽഭാഗത്തായിട്ട്, അതായത് ഈ വെച്ച മട്ടന്റെ പീസസിന്റെ മേൽഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക, അതായത് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കായമുളക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണ്ടിക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യും ഈ ഒരു പാർട്ട്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച മട്ടൻ ചുക്കയാക്കാനുള്ള ഈ മസാല നമ്മൾ ഇതുപോലെ എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എയർ ഫ്രയർ നമുക്ക് വേണ്ടിക്ക് കുറച്ച് ഓയിൽ കൂടി മേൽഭാഗത്തായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നമുക്ക് ഏത് ഓപ്ഷനാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക വേണ്ടുന്നത്. ഞാനിവിടെ നമ്മൾ എയർ ഫ്രയർ ഓൺ ചെയ്തിട്ട് ഓപ്ഷനിൽ പോയിട്ട് ചിക്കൻ ടീക്കിന്, അതായത് ചിക്കൻ്റെ ഓപ്ഷൻ എടുത്തിട്ട്, കാരണം മട്ടൻ്റെ ആയിട്ട് ഉണ്ടായിട്ടില്ല, മീറ്റ് ഓപ്ഷനാണ് ഉണ്ടായത്, അതിനകത്ത് ചിക്കൻ ടീക്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആദ്യമാണ് ചൂടാക്കി എടുത്തത്. ആക്ച്വലി 10 മിനിറ്റ്സ് എന്തിനാ വെച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു നിഗമന പ്രകാരം 10 മിനിറ്റ്സ് കൊണ്ട് ഒരു സൈഡ് ചൂടായി വരുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ്സ് മാത്രം വെച്ചത്. ഇത് മട്ടനാന്നുള്ള കാര്യം ഞാൻ ടോട്ടലി എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഞാനൊരു ചിക്കൻ വെക്കുന്ന പോലെ 10 മിനിറ്റ്സ് മാത്രം വെച്ചിട്ട് മറ്റേ സൈഡും കൂടി ചൂടാക്കി എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ എന്റെ ഈ സാധനം മട്ടനാന്നുള്ളത് എന്റെ മൈൻഡിന്നേ പോയി കളഞ്ഞിരുന്നു. അപ്പൊ ഞാനൊരു 10 മിനിറ്റ്സിന് ശേഷം എയർ ഫ്രയർ ഓൺ ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാണ് ഉണ്ടായത്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഓപ്പോസിറ്റ് സൈഡും കൂടി ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാൻ ഈ ടൈം ഞാൻ 10 മിനിറ്റ്സ് എന്നുള്ളത് 20 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പൊ ഫ്രയറിൽ വെച്ചിട്ട് ചിക്കൻ ടീക്കേണ്ട ഓപ്ഷൻ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായത്. ചിക്കൻ ടിക്കൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊന്ന് ചൂടായി വരാൻ. അപ്പൊ 20 മിനിറ്റ്സ് ആയപ്പോൾ നമ്മൾ എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു നിഗമനം പ്രകാരം 20 മിനിറ്റ്സ് ആയല്ലോ, അപ്പൊ നമ്മൾ മട്ടൺ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാകുന്നായിരുന്നു. പക്ഷെ ഓപ്പൺ ചെയ്തപ്പോഴോ മനസ്സിലായത് ഇപ്പോഴും മട്ടൺ റെഡി ആയിട്ടില്ല. കാരണം മട്ടന് വേവ് ജാസ്തി ആയിരുന്നു. അത് മാത്രമല്ല എന്റെ ഫസ്റ്റ് ടൈം ഉള്ള പരീക്ഷണവും കൂടി ആയിരുന്നു എയർ ഫ്രയറിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ആദ്യം ഒന്നും കൂടി എല്ലാ പീസസും ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് വീണ്ടും ഒരു 20 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ എയർ ഫ്രയറിലോട്ട് അങ്ങ് കയറ്റി. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ടൈം അങ്ങ് ആയാൽ മതിയായിരുന്നു. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഞാൻ എന്താ തംബ്നെയിലിൽ ഉദ്ദേശിച്ച കുക്കിംഗ്. അതെ, നല്ലൊരു പണിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ബട്ട് ഇത് മട്ടന്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിന് ശേഷം ഞാൻ ഇത് എയർ ഫ്രയറിൽ ചിക്കനും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയാലും അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. അതേപോലെ ഈ എയർ ഫ്രയറിൽ ഈ മട്ടൻ കുക്കാവുന്ന ടൈം നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മൾ അടിപൊളി ഇതുപോലത്തെ കൊളായ റെസിപ്പീസ് ആയാലും ശരി, അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് ആയാലും ശരി, അന്നൂസ് കിച്ചൺ സ്റ്റോറീസിലുള്ളത് കാണാൻ പറ്റുള്ളൂ. അപ്പോ ഒരു 20 മിനിറ്റ്സിന് ശേഷം കൂടി നമ്മൾ മട്ടൺ ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒരു 10 മിനിറ്റ്സ് കൂടി വെക്കണം കേട്ടോ. ഒന്ന് ഫോർക്കിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി 200 ഡിഗ്രിയിൽ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ മട്ടൺ ചുക്ക പക്കയായിട്ടുണ്ടാകും. അപ്പൊ ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ എയർ ഫ്രയറിലേക്ക് കയറ്റാൻ പോവുകയാണ് നമ്മളെ മട്ടനെ. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ്സ് വേണ്ട, ഇപ്രാവശ്യം 10 മിനിറ്റ്സ് മതി. ടോട്ടൽ 1 hour ആയി ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താ എനിക്ക് കിട്ടിയ പണിന്ന്. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ്സിന് ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിംഗ് ചെയ്യാം. 10 മിനിറ്റ്സിന് ശേഷം ഞാനിത് നമ്മൾ എയർ ഫ്രയറിന് നമ്മളെ മട്ടൻ ചുക്ക ഇവിടെ റെഡി ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം വെച്ചത് 185 ഡിഗ്രിയിലാണ് കേട്ടോ, 200 ഡിഗ്രിയിലല്ല. 10 മിനിറ്റ്സ് ആണ് വെക്കുകയും ചെയ്തത്. അപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് പ്ലേറ്റിംഗ് ചെയ്യാം. പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മേലെ നല്ല മല്ലിച്ചപ്പോ അല്ലെങ്കിൽ നമ്മളെ കരിയപ്പിലയോ അതൊന്നും അല്ലെങ്കിൽ നമ്മളെ ഉള്ളിത്തണ്ടോ കട്ട് ചെയ്തിട്ട് ഡെക്കറേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ എന്തിനാ ഇതിൻ്റെ അകത്ത് ഗ്രേവി ആദ്യം ആഡ് ചെയ്തിനെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഗ്രേവി മീൻസ് ഞാൻ മിക്സ് ചെയ്ത് ആ മാഗ്നറ്റ് ചെയ്ത മസാല എക്സ്ട്രാ എന്തിനാ ആഡ് ചെയ്തിനെന്ന്. പക്ഷെ ഇത്ര പണി കിട്ടുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ ഏകദേശം 1 hour വേണ്ടി വന്നു എന്റെ മട്ടൻ ചുക്ക ഇവിടെ റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ പറഞ്ഞത് എയർ ഫ്രയറിനെ കൊണ്ടുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോ ആണെന്ന്. അപ്പോൾ എന്റെ തംബ്നെയിലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഈ വീഡിയോ എന്നുള്ളത് കമന്റിൽ പറയാൻ മറന്നു പോകരുത്.
ഉണ്ടായിരുന്നു? അടിപൊളി വീഡിയോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞാൻ ഇൻട്രോയില് പറഞ്ഞ കാര്യം എന്താന്നല്ലേ. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മട്ടൻ ചുക്കേന്റെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.